നമസ്കാരം, ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന് കുറ്റമറ്റ സജ്ജീകരണങ്ങളാണ് ഇത്തവണ നടപ്പാക്കിയിരിക്കുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കായിക ഹജ്ജ് റഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. മുഖ്യമന്ത്രി അടക്കമുള്ള ക്യാബിനറ്റ് അംഗങ്ങൾ നേരിട്ട് എല്ലാവിധ തയ്യാറെടുപ്പുകളും വിലയിരുത്തിയാണ് നടപ്പിലാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇത്തവണ കേരളത്തിൽ നിന്നും ഹജ്ജിന് പോകുന്നത് ഒരു ചരിത്രമാണെന്നും മന്ത്രി പറഞ്ഞു. ഇത്തവണ ഹജ്ജിന് പോകുന്നതിന് 17,883 പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിൽ 7,279 പേർ സ്ത്രീകളാണ്. കേരളത്തിന്റെ രണ്ടാമത്തെ ഹജ്ജ് ഹൗസ് കണ്ണൂരിൽ അടുത്ത ഹജ്ജ് തീർത്ഥാടന കാലത്തോട് യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. യാത്രാരേഖകളുടെ വിതരണ ഉദ്ഘാടനവും മന്ത്രി വേദിയിൽ നിർവഹിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് PTA റഹീം MLA ഹജ്ജ് സന്ദേശം നൽകി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, പട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N ഷാജിദ്, സംഘാടക സമിതി കൺവീനർ PP മുഹമ്മദ് റാഫി, കിയാൻ MD ദിനേശ് കുമാർ, മുൻ MLA MB ജയരാജൻ തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ സന്നിധനായിരുന്നു. ഇന്ന് പുലർച്ചെയുള്ള ആദ്യ വിമാനത്തിൽ 361 തീർത്ഥാടകരാണ് യാത്ര ചെയ്യുന്നത്. തീർത്ഥാടകർ വെള്ളിയാഴ്ച രാവിലെ മുതൽ ക്യാമ്പിൽ എത്തിച്ചേർന്നിരുന്നു. കണ്ണൂരിൽ നിന്ന് 3,164 പേരാണ് ഇത്തവണ ഹജ്ജിന് പോകുന്നത്. ഇതിൽ 1,265 പുരുഷന്മാരും 1,899 സ്ത്രീകളുമാണ്. വിമാനത്താവളത്തിന്റെ എംബോർക്കേഷൻ പോയിന്റിൽ നിന്നും ജൂൺ 1 മുതൽ 10 വരെ 9 ഫ്ലൈറ്റ് സർവീസുകൾ മുഖേന ഹജ്ജ് തീർത്ഥാടകരെ കൊണ്ടുപോകും. സൗദി അറേബ്യൻ എയർലൈൻസിന്റെ വിമാനങ്ങളാണ് കണ്ണൂരിൽ നിന്നും സർവീസ് നടത്തുക. വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന ഹജ്ജിമാർക്ക് റിപ്പോർട്ട് ചെയ്യുവാനും ലഗേജ് സ്വീകരിക്കാനും പ്രത്യേകം കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ക്യാമ്പിൽ നിന്നും വിമാനത്താവളത്തിൽ നിന്നും ക്യാമ്പിലേക്കും എത്തിക്കുന്നതിന് പ്രത്യേകം വാഹനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ഭക്ഷണ ഹാൾ, നിസ്കാര ഹാൾ, താമസ സൗകര്യം എന്നിവ തയ്യാറാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ സേവന സംവിധാനങ്ങളാണ് ക്യാമ്പിൽ ഒരുക്കിയിരിക്കുന്നത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.